ഹായ് ഫ്രണ്ട്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചേച്ചിയാണ് വന്നിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. പോകാൻ വേണ്ടിയേക്ക് ഞങ്ങൾ ആദ്യം പോയത് കന്യാകുമാരിയിലേക്കാണ്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് ബോട്ടിൽ കയറി ഞങ്ങൾ വിവേകാനന്ദ പാറ ഇറങ്ങി. പിന്നെ അവളെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ അനീതിമാർ ട്വിൻസാണെന്ന് പറഞ്ഞൊരു മാമൻ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാനിത് വരയ്ക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോ എടുത്ത് നല്ല രസമാണ് കാണാൻ ഗൈസ്. എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ള സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ ഗാന്ധി സ്മാരകത്തിൽ പോയി. എന്നിട്ട് അവിടെ അകത്ത് ഭയങ്കര നിശബ്ദമായിരുന്നു, നല്ല രസമായിരുന്നു. ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മണ്ടയ്ക്ക് കയറി എടുത്ത ഫോട്ടോയാണ് ഗൈസ്. മണ്ടയ്ക്ക് നിന്നെല്ലാം കാണാം നമുക്ക്. പിന്നെ ഞങ്ങൾ സുനാമി സ്മാരകത്തിൽ പോയി. അവിടുന്ന് ഞങ്ങൾ ഒരു കൊട്ടാരം പോലുള്ള ഇതാണ് ഗൈസ് തക്കല പാലസ്. പക്ഷേ ഇവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. പിന്നെ അങ്ങനെങ്കിലുമൊക്കെ ഞങ്ങൾ എടുത്തതാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് എവിടെ കണ്ട പരിചയമുണ്ട്. അകത്ത് കയറി നമുക്ക് കാണാം. എങ്ങനെയാണെന്നറിയാവോ? ഇത് മണിച്ചിത്ര താരം ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. നല്ല രസമായിരുന്നു മണിച്ചിത്ര താരം ഷൂട്ട് ചെയ്ത്. ഇവിടെ ഇന്ന് ഷൂട്ട് ചെയ്തതല്ല, നല്ല രസമായിരുന്നു കാരണം ഇരുട്ട് മുറികളൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് രാജാവ് കിടന്നുറങ്ങുന്ന സ്ഥലം. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഇത് രാജാവ് ഊഞ്ഞാലാണ്. ഇത് പരാതി ഏൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് പെൺപിള്ളേർ പീരീഡ്സ് ആകുമ്പോൾ ഇരിക്കുന്നതാണ്. പിന്നെ ഇതെന്തുവാന്ന് എനിക്കറിയണേ. മണിച്ചിത്രത്താഴ സിനിമയിൽ വരുന്ന മോഹൻലാൽ നാഗവല്ലിയെ പിടിക്കാൻ പോയ സ്ഥലം ഇതാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇതാണ് പെണ്ണുങ്ങൾ വെളിയിലൊന്നും ഇറക്കാത്തത് കാരണം ഇവിടെ നിന്നാണ് ഉത്സവവും കാഴ്ചകളൊക്കെ കാണുന്നത്. ഇത് അമ്പലമാണ്. ഇതൊക്കെ അവിടുത്തെ ഗ്രൗണ്ടാണ്. നല്ല രസമാണ് കാണാൻ, പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ. പിന്നെ ഇതാണ് അവിടുത്തെ അരകല്ല്, വലുതാണ്. പിന്നെ ഇതാണ് നമ്മൾ നാഗവല്ലി കുളിക്കുന്നതൊക്കെ സ്ഥലം. നല്ല രസമാണ്. ഇവിടുത്തെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല അവർ. പിന്നെ ഇത് അടച്ചിട്ടേക്കുന്ന മുറിയാണ്, എന്തോ പറഞ്ഞൂടാ. പിന്നെ ഇതാണ് അരകല്ല്, നല്ല രസമുണ്ട് കല്ലിനകത്ത്. പിന്നെ ഇതാണ് അവിടുത്തെ പുറത്തെ കാഴ്ചകൾ, സൂപ്പറാണ്. ഞങ്ങൾ അവിടെ നിന്ന് 5-6 ഫോട്ടോ ഒക്കെ. രാജാക്കന്മാരുടെ കാലത്ത് പണ്ട് നർത്തകികൾ ഇവിടെ വെച്ചാണ് നൃത്തം ചെയ്യുന്നത്. പിന്നെ ഇവിടെ വെച്ചാണ് നാഗവല്ലിയും ചെയ്തത്. അടുത്ത വെള്ളിയാഴ്ച വീഴുന്ന ടാറ്റാ.